എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിപ്പ് പോയേക്കുന്നതിന്റെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞ ഈ റിസോർട്ടുകാർ നമ്മൾ 2000 രൂപയ്ക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ആണ് നമുക്ക് വേണ്ടി തരുന്നത്. അതായത് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, DJ, ക്യാമ്പ് ഫയർ, അതുപോലെ ഒരു എക്കോ പാർക്കിലേക്കുള്ള ഫ്രീ എൻട്രി, അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു ട്രക്കിങ്. ഇത്തരം കാര്യങ്ങളാണ് ഈ റിസോർട്ടുകാർ 2000 രൂപയ്ക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പൊ വായു നമുക്ക് ട്രക്കിങ്ങിൽ പോയിട്ട് വെള്ളച്ചാട്ടം ഒന്ന് ബ്ലാസ്റ്റ് ചെയ്തിട്ട് വരാം. താങ്ക് യു. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരു ചെറിയ ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിൽ അവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുളിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പൂളിലൊക്കെ ഇട്ട് നനഞ്ഞ ട്രൗസറും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങണത്. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിനുള്ള ജീപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ പോയിട്ട് വെള്ളച്ചാട്ടത്തിൽ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ബാക്കി എല്ലാവരും റെഡിയാണ്, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നലെ രാത്രി ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ മാത്രമല്ല വേറെയും ഫാമിലീസൊക്കെ ഉള്ളതുകൊണ്ട് അത് എടുക്കാതിരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ട്രക്കിങ്ങിന് പോയിട്ട് കുളിച്ചിട്ട് വരാം. 2 ജീപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ജീപ്പ്. അതില് ആര്? ഓ, ജീപ്പിന്റെ പേര്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഫസ്റ്റ് ജീപ്പ് കമാൻഡർ. ഇത് നമ്മുടെ ജീപ്പ്, നമ്മൾ കയറാൻ പോകുന്ന ജീപ്പ്. നമ്മൾ ഇതിൽ പോകുന്നു, അവരതിൽ വരുന്നു. റെഡി? അപ്പൊ നമ്മളെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ചാച്ചപ്പനാണ്. ട്രക്കിങ്ങില് ചാച്ചപ്പൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. ഇതിന് 2 ഗിയർ ഉണ്ട്. നമ്മുടെ ഇതൊരു 4 ഗിയർ ഉണ്ട്, അത് എക്സ്ട്രാ ഒരു ഗിയർ ഉണ്ട്. അത് നമുക്ക് റണ്ണിങ്ങിൽ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അത് 4x4 ജീപ്പാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാന്നുള്ളത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഇതാണ് നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ? ബിനു. ബിനു. അപ്പൊ ബിനു ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നമ്മുടെ സാഹസികമായ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടില്ലേ? സോറി. അപ്പൊ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നേക്കാണ്. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. രക്ഷയില്ലാത്ത വ്യൂ ആണ്. അയ്യോ, നെടുമ്പാശ്ശേരിയോ? എവിടെ? ഓ, അപ്പൊ ആ ചേട്ടൻ പറഞ്ഞനുസരിച്ചിട്ട് ദാ ഒരു ഭാഗമാണ് എറണാകുളം, നെടുമ്പാശ്ശേരി ആ ഭാഗം. പെരുമ്പാവൂർ വലിയ ഒരു സെന്ററിൽ മല കണ്ടില്ലേ? അതിന്റെ നേരെ അപ്പുറത്ത് ഈ 2 മല ചെയ്ത് കാണിച്ചാൽ കുറച്ചും കൂടെ. അപ്പൊ നമ്മൾ ഇത്ര അടുത്തുനിന്ന് വന്നേലേ? ഇത്ര അടുത്തൊന്നുമല്ല. കാശ് മുടക്കി ഇവിടം വരെ വന്നു. നെടുമ്പാശ്ശേരി അടുത്താണെന്ന് കേസ്. ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം ഒഴുകണ ഒരു സ്പോട്ട് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. യെസ്, അവിടെയാണ് നമ്മൾ കുളിക്കാൻ വന്നത്. അവിടെ ഒരു വെള്ളച്ചാട്ടം നോക്കി, അത് ഒരു കിഡില്. അവിടെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാ കണ്ടോ? ഇങ്ങനെ കാണുമ്പോൾ അതിനെത്ര ഭംഗിയുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ആണോ? എന്റെ അമ്മ ഒരു രക്ഷയില്ലാത്തൊരു വീടിക്കാണ് ഇറങ്ങാൻ പോകുന്നത്. കാണിച്ചു തരാട്ടോ. എന്റെ അമ്മ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഏതാ? വാളറ. ഓക്കെ ഓക്കെ. നമുക്ക് ഇവിടെ വരെ ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ
പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ നോക്കിയാൽ മതി നമ്മളെ. സത്യം പറഞ്ഞാൽ എനിക്ക് കാലിൻ്റെ അടിയിൽ നിന്നൊരു തരിപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, എല്ലാവരും മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും സ്ട്രൈറ്റ് റോഡ് വഴി പോകുമ്പോ ചേട്ടൻ സാഹസികമായി കുന്നും മലയും പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. ഇപ്പോ ഈ റോഡ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ 2 വർഷം മുമ്പ് വരെ ഇതുപോലെ ഭയങ്കര റഫായിട്ട് കിടക്കുകയായിരുന്നു പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു. ബാക്കി റോഡ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളെത്തി. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഇതങ്ങനെ വെള്ളച്ചാട്ടം എന്നങ്ങനെ പറയാൻ പറ്റില്ല. ജസ്റ്റ് വെള്ളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചാടി വരുന്നു, അവിടെ നമ്മൾ കുളിക്കുന്നു. പക്ഷെ സേഫാണ്. സേഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, വെള്ളച്ചാട്ടം ശരിക്കും ഇങ്ങനെയാണ്. ഇതല്ല, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. പക്ഷെ ഇതല്ല, ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ഇവിടെയാണ് വെള്ളച്ചാട്ടം. നമുക്ക് താഴെ പോയിട്ടുള്ള വ്യൂ കൂടി എടുക്കാം നമുക്ക്. നമ്മള് ഇപ്പൊ കാണിച്ച വ്യൂവിന്റെ താഴേക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് കേട്ടോ. അവിടെയാണ് ഇപ്പൊ കുളിക്കാൻ പോകുന്നത്. അപ്പം അത് വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെയല്ല, വെള്ളച്ചാട്ടം തന്നെയാണ്. താഴെ പോയിട്ടുള്ള വ്യൂ രസമായിരിക്കും. നമുക്ക് നോക്കാം. ഇതൊത്തിരി റിസ്ക് പിടിച്ചൊരു വഴിയാണ്. കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വരണം. കുട്ടികളെന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. ഇല്ല ഇല്ല ഗൈസ്, നമ്മൾ ആദ്യം അവിടെ നിന്നാട്ടോ ഇറങ്ങി വന്നത്. നമ്മൾ ആദ്യം ഈ വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നായിരുന്നു. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. കുറച്ചും കൂടിയും താഴേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട് പോവാ. ഇതാരാ 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 ആരാ ഇതാരാ അതാരാ? അതെ, നെല്ല് കൊയ്യാൻ പോകുന്നു. അതെ അതെ. ഇത്തിരി സ്ലിപ്പായിട്ടുള്ള ഏരിയ ആണ്. സൂക്ഷിച്ചിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വീഴേണ്ട അവസ്ഥ വരും എന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ചേട്ടന്മാരുണ്ട് കേട്ടോ. നമ്മള് സക്സസ് ആയിട്ട് ഇറങ്ങി വന്നതേ. ഇങ്ങനെയാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. നമ്മള് ഇത്തിരി റിസ്ക് ആണ് സത്യത്തിൽ. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റിസോർട്ടിൽ നമ്മളെ ട്രക്കിങ്ങിന് ജീപ്പ് കൊണ്ടുവന്ന ചേട്ടന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാഹസികമായി ഇറങ്ങി. അപ്പൊ നമ്മൾ കുളിക്കാൻ പോകുന്ന ഏരിയയിൽ എത്തിയട്ടോ. നമ്മുടെ കുട്ടീസൊക്കെ കുളി തുടങ്ങി. അവിടെ എന്തോ ഒരു വ്യൂ ഉണ്ട്, നമുക്കത് ജസ്റ്റ് കയറി നോക്കാം. അപ്പൊ ഇതാണ് കുറച്ചും കൂടി ടോപ്പിലേക്ക് കയറി വരുമ്പോഴുള്ള വ്യൂ. എന്തോ പറ്റി ജപ്പാൻ വയ്യണ്ടായ? പിന്നെ പ്രകൃതിയോട് ഇങ്ങനെയാണ് ഇണങ്ങി ചേർന്നത്. അലിഞ്ഞു. ഓഹോ, പാറയോട്. ഇതൊക്കെ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഭൂമിയിൽ ജനിച്ചിട്ട് ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി മാറും. തീർച്ചയായിട്ടും സന്തോഷിച്ചു പറഞ്ഞല്ലേ അല്ലേ?
അപ്പൊ ഈ വെള്ളമാണ് താഴേക്ക് ചാടുന്നെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ കുറച്ചും കൂടി ഈ പുള്ളിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം. എവിടെ ഫ്രെയിം വെച്ചാലും രാജേട്ടനാണ്. ആഗ്രഹം ഉണ്ടായിട്ടല്ല, ക്യാമറ കാണുമ്പോ ഒരു കൊതി. നമ്മള് വന്നപ്പോ ഒരു വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചായിരുന്നു. അത് ഇന്നലത്തെ എപ്പിസോഡിൽ കിടപ്പുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പിലാണ് നമ്മളിപ്പോ എത്തിയേക്കുന്നത്. ഓക്കെ, അവര് റീൽസിനെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. എനിക്ക് മറ്റേ സാധനം തുടങ്ങിയട്ടോ, ഹൈറ്റിൽ വന്നു കഴിയുമ്പോൾ കാലിൽ പെരുത്തു വരുന്ന അത് തുടങ്ങിയിട്ടുണ്ട്. പരമാവധി നമുക്ക് ഇവിടെ നിന്ന് മാറാം. അത് മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെള്ളത്തിനോടുള്ള ചെറിയ പേടിയൊക്കെ നമുക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഹൈറ്റ് എനിക്കിപ്പോഴും രക്ഷയില്ല. ഇപ്പോൾ വലിയ ഫ്ലാറ്റിൽ പോയാലും എനിക്ക് എൻ്റെ ഒരു പ്രശ്നം അതാണ്. അപ്പൊ നമ്മൾ വേറെ ബ്ലോഗറെ കണ്ടുമുട്ടി. ഒരു ചേഴ്സ് പറയാം നമുക്ക്. ചേഴ്സ്. അതെ, കൂട്ടി കൂട്ടി. ഓക്കെ, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിക്കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഗൈസ്, നമ്മളപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് കയറി. ഇനി തലയൊക്കെ തുറത്തിട്ട് നമുക്ക് റിസോർട്ടിൽ പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാൻ പറ്റും. കാറ് കിട്ടി. ഗൈസ്, നമ്മളപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. വേറെ കുട്ടികൾക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഇതേ കണ്ടോ, നല്ല മഴയാണ്. ഇനി റൂമിലേക്ക് ചെല്ലുക, റൂം ചെക്ക് ഔട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ അറിയില്ല. എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഇപ്പൊ ഓഫ് റോഡ് പോകുന്ന വേറെ റൂട്ടാണ്. പുളി മൂട്, ഒരു രക്ഷയില്ല. സഞ്ജയ് പറഞ്ഞേക്കണ എന്താണെന്നറിയോ? അഖിലയുടെ കൈ തട്ടിക്കളയും. ആ കൈ തട്ടിക്കളയും. ഹാപ്പിയാണോ നീ? ഹാപ്പിയാന്ന് പറ. അപ്പൊ നമ്മള് റിസോർട്ടിലെത്തി. അപ്പൊ നമ്മളെ ചേട്ടൻ സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ച്. ചേട്ടൻ താങ്ക് യു കേട്ടോ. താങ്ക് യു. അപ്പൊ ഇനി വരുമ്പോ നമുക്ക് മീറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, നമ്മളിത് റൂമിലെത്തി. ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. കണ്ടോ, തണുത്ത് മരവിച്ചിട്ട് എത്തിയേക്കാണ്. ഇനിയിപ്പോ ഇത് റൂമിലെത്തിയിട്ട് നല്ലൊരു കുളി, എന്നിട്ട് ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും വൈബ് പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. റൂം കണ്ടില്ലല്ലോ നിങ്ങൾ? റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ഓരോ കോട്ടേജുകളായിട്ടാണ് ഇരിക്കണത്. ഇതുപോലെ രണ്ട് ടീമുകൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ റൂമിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. ജപ്പാനും കുമ്പിടി. 3 പ്രാവശ്യം പറ അഭയം തരണമെന്ന്. കോട്ടേജുകൾ മാത്രമല്ല, ടെന്റ് ഉണ്ടായിരുന്നു. ടെന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അതല്ലാതെ ഒരു ഹട്ടും കൂടി ഉണ്ട് അവിടെ. അത് കാണിക്കാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല മഴയാണ്. ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ വന്നിനി ഫ്രഷ് ആവുക, ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വൈബ് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ചും കൂടി വിഷ്വൽസ് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉറപ്പ് പറയുന്നില്ല, നല്ല മഴയാണ്, ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ കേട്ടോ. ഗൈസ്, നമ്മളപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ബാക്കി എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഇരിപ്പുണ്ട്. നമ്മൾ മാത്രം കൂടി ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ചീത്ത പറഞ്ഞു തുടങ്ങി, കാരണം നമ്മൾ കുറച്ച് വൈകി. റിസോർട്ടുകാരും ചീത്ത പറഞ്ഞു, നമ്മുടെ കൂടെ ഉള്ളവരും ചീത്ത പറഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് വേഗം ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാം കേട്ടോ.
ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങള് റിസോർട്ട് വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ്. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. 3, 2, 1 ഗോ! ഓരിലത്താലി ഞാൻ തേച്ചു തരാം, നിന്നെ കളിമേനിയാകെ ഞാൻ ഓമനിക്കാം. ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തൊടുമെത്തിപ്പൂവിലൊരുമ്മ വയ്ക്കാം. അരയിലാടുന്ന പുടവമോടുന്ന അഴകും ഞാനല്ലേ, കനവിലാടുന്ന കനകമോടുന്ന കനവും ഞാനല്ലേ. കിളിയുടെ ചോളി के पीछे क्या है, चोली के पीछे